നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഹനാപകടം. അപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കുറവങ്ങാടാണ് അപകടമുണ്ടായത്. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് മറിയുകയായിരുന്നു. നന്ദകിഷോർ, അഭിയാൻ, അഭിനവ് എന്നിവരാണ് മരിച്ചത്. മൂവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ്. പുലർച്ചെ 2:30യോടെയാണ് അപകടമുണ്ടായത്. അതുവഴി വന്ന മറ്റു വാഹനയാത്രക്കാർ ഇവരെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വന്നു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് അതിനോടൊപ്പം കുറിപ്പും പോസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടത്താണി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ അകക്കാം പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ തിരിച്ചറിഞ്ഞ് അംഗീകാരം നൽകിയ മഹാനായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്നും കുറിപ്പിൽ പറയുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കുറിപ്പ് പുറത്തു വന്നത്. ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തിയാണെന്ന് ആളുകൾ തിരിച്ചറിയുകയായിരുന്നു. ഇത് വൻ വിവാദമാവുകയും ഊഹാപോഹങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് വിശദീകരണക്കുറിപ്പുമായി രണ്ടത്താണി രംഗത്തെത്തി. മുള്ളൻ പന്നിയെ തല്ലിക്കൊന്ന കേസിൽ CPM നേതാവും വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രാണരക്ഷാർത്ഥമാണ് മുള്ളൻ പന്നിയെ തല്ലിക്കൊന്നത് എന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ വെള്ളനാട് ശശിയുടെ വാദം. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്ത കുറ്റത്തെ ചെറുതായി കാണാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലാകാൻ വീണ്ടും പോറ്റിയെ കയറ്റിയ പാട്ടിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ള. ഫണ്ടുകൾ മുക്കിയത് ആരപ്പ, സഖാക്കളാണ് കൃഷ്ണപ്പ എന്നതാണ് പുതിയ പാട്ട്. കൃഷ്ണപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ പയ്യന്നൂരിലെ CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ കുഞ്ഞികൃഷ്ണനെയാണ്. രക്തസാക്ഷി ഫണ്ടുകൾ മുക്കി രക്തപതാകയെ പങ്കിലമാക്കി എന്ന് തുടങ്ങുന്നതാണ് മറ്റൊരു ഗാനം. CPM-നുള്ളിലെ പൊട്ടിത്തെറിയാണ് ഈ ഗാനത്തിൽ പ്രതിപാദിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ ഉയരം കൂട്ടുന്നതിനുള്ള പണികൾ തുടങ്ങി. പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകളുടെ വാതിൽപ്പടികളും തമ്മിലുള്ള ഉയര വ്യത്യാസം അപകടത്തിന് ഇടയാക്കുന്നുവെന്ന പരാതികളെ തുടർന്നാണ് നടപടി. ആദ്യഘട്ടത്തിൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഉയരമാണ് കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ ട്രെയിനുകൾക്ക് 26 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തിന് പകരം ആലുവയിൽ നിന്നായിരിക്കും ചില ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കുക. പ്ലാറ്റ്ഫോം 2ലെ പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് 3, 4, 5 പ്ലാറ്റ്ഫോമുകളുടെ ഉയരം കൂട്ടും. കനത്ത മഴ പെയ്താൽ ട്രാക്കിൽ വെള്ളം കയറി ട്രെയിൻ സർവീസുകൾ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായതോടെ 4 വർഷം മുമ്പ് സൗത്ത് സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കുകൾ ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്ലാറ്റ്ഫോമുകളുടെ ഉയരം കുറഞ്ഞത്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ മുൻമന്ത്രി ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. കേസിൽ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത തുടരും. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിയിൽ പ്രകടമായ പിഴവുകളില്ലെന്നും കുറ്റക്കാരനെന്ന കണ്ടെത്തൽ മരവിപ്പിക്കാനുള്ള അസാധാരണ സാഹചര്യമില്ലെന്നും ജസ്റ്റിസ് C ജയചന്ദ്രൻ വിലയിരുത്തി. വിചാരണ കോടതി വിധി സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 3 ട്രെയിനുകളുടെ 6 സർവീസുകൾക്ക് അധിക സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരം ബിലാസ്പൂർ വീക്ക്ലി എക്സ്പ്രസ് ചേർത്തലയിലും നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസിന് പയ്യന്നൂർ, നീലേശ്വർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും മംഗലാപുരം സെൻട്രൽ, കന്യാകുമാരി സെൻട്രൽ, പരശുറാം എക്സ്പ്രസിന് മഞ്ചേശ്വരത്തും സ്റ്റോപ്പ് അനുവദിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കാനാകില്ലെന്ന് RTOയുടെ നിലപാടിനോട് യോജിച്ച് സർക്കാർ. വിജിലൻസ് പരിശോധനാ സമയത്ത് ഇടനിലക്കാരെ പണവുമായി ഓഫീസിൽ നിന്ന് പിടികൂടിയ സംഭവത്തിൽ RTOയ്ക്കെതിരെ അച്ചടക്ക നടപടി സർക്കാർ ഒഴിവാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ടുമുൻപ് മോട്ടോർ വാഹന വകുപ്പിൽ നടന്ന കുറ്റമൊഴിവാക്കൽ നടപടിക്കെതിരെ ഉയർന്ന വിമർശനം ശരിവെക്കുന്നതാണ് പാലക്കാട്ടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ മറുപടിയും സർക്കാർ നടപടിയും. കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫാം ഗാർഡ് സംവിധാനവുമായി വനം വകുപ്പ്. തിരുവനന്തപുരം വിതുര സെഷനിലെ മാങ്കാലയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിക്ക് തുടക്കമിടുന്നത്. 3 ക്യാമറയിലെ വിവരം അപ്പോൾ കൈമാറാൻ ഇൻഫ്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്പീക്കർ എന്നിവ അടങ്ങുന്നതാണ് സംവിധാനം. 200 മീറ്റർ വരെ ദൂരത്തിൽ 120 ഡിഗ്രി ആംഗിളിൽ ജീവികളുടെ ചലനം തിരിച്ചറിഞ്ഞ് വിവരം കൈമാറാൻ കഴിയുന്ന ക്യാമറകളാണ്.
പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഹോട്ടൽ ഉടമകൾ തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. നാളെ എണ്ണ കമ്പനികളുടെ ബോട്ടിലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച് നടത്തും. അതേസമയം ആശങ്ക വേണ്ടെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പൂഴ്ത്തിവെച്ച 15,000 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഇറാനിൽ നിന്ന് കൂടുതൽ ടാങ്കറുകൾ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 21 സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടിക ആം ആദ്മി പാർട്ടി AAP പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, എറണാകുളം എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷം 3 മാസത്തിലധികം തുടർന്നാൽ മാത്രമേ ഇന്ത്യയിൽ പെട്രോളിയം ഇന്ധനങ്ങളുടെ വിലകളെ വലിയ തോതിൽ ബാധിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വർ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റ് വിശകലന ചർച്ചയിലാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചത്. ഒരു ബോട്ടിൽ ഇഫ്താർ പാർട്ടി നടത്തി ഗംഗാനദിയിൽ ചിക്കൻ ബിരിയാണിയുടെ അസ്ഥികളും അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് ആരാധനാലയം അശുദ്ധമാക്കുകയും മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്തതിന് 14 മുസ്ലിം യുവാക്കളെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തു. BJP യുവമോർച്ചയുടെ സിറ്റി യൂണിറ്റ് മേധാവി രജത് ജയ്സ്വാൾ തിങ്കളാഴ്ച നൽകിയ രേഖാമൂലമുള്ള പരാതിയെ തുടർന്നാണ് ഇത്. 13 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് ഭാര്യയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഇലക്ട്രീഷ്യനെ അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മുംബൈ മുളുണ്ടിനടുത്താണ് സംഭവം. ഒളിവിൽ പോയ ഭർത്താവ് രാജുവിനെ ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. UP സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട പുഷ്പ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കേന്ദ്ര അർദ്ധസൈനിക സേനയെ വിന്യസിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ SIR ശക്തമായ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉയർന്ന സുരക്ഷാ പോളിംഗ് പ്രക്രിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വോട്ടെണ്ണൽ വരെ സംസ്ഥാനത്ത് 2000-ലധികം കമ്പനി കേന്ദ്രസേനയെ ആവശ്യമായി വന്നേക്കാം. വോട്ടെടുപ്പിന് മുന്നോടിയായി കേന്ദ്രം ഇതിനകം തന്നെ 480ഓളം കമ്പനി കേന്ദ്രസേനയെ പശ്ചിമ ബംഗാളിലേക്ക് അയച്ചിട്ടുണ്ട്. അസമിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രധാന രാഷ്ട്രീയ സംഭവ വികാസത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും നാഗോൺ MP-യുമായ പ്രദ്യുത് ബോർഡോലോയ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുമെന്ന് BJP-യിലെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഈ സംഭവം ഇന്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ആശങ്കയുണ്ടാക്കിയതായി റിപ്പോർട്ടുണ്ട്. ഈ നീക്കത്തെക്കുറിച്ച് അറിഞ്ഞയുടൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയും പാർട്ടി ഇൻചാർജ് ജിതേന്ദ്ര സിംഗും ബോർഡോലോയുമായി സംസാരിക്കാൻ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയി. എന്നാൽ ഗൊഗോയും സിംഗിനെയും കാണുന്നതിന് മുമ്പ് ബോർഡോലോയ് തന്റെ കിടപ്പുമുറിയിൽ നിന്ന് ഒറ്റവരി രാജിക്കത്ത് ഖാർഗെയ്ക്ക് അയച്ചു കൊടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു. പിന്നീട് ഇവരെ കാണാൻ പുറത്തിറങ്ങിയപ്പോൾ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും താൻ രാജിവെച്ചതായി നേതാക്കളെ അറിയിച്ചു. കർണാടകയിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ നാടകീയമായ പിടികൂടലിൽ ബാങ്കോക്കിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരൻ കൊണ്ടുവന്നിരുന്ന ഫോട്ടോ ഫ്രെയിമിനുള്ളിൽ നിന്ന് 39.37 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് ബുദ്ധിപൂർവ്വം ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തി. പതിവ് ലഗേജ് പരിശോധനയ്ക്കിടെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ലഗേജ് പരിശോധിക്കുകയായിരുന്നു. ഒരു സാധാരണ ഫോട്ടോ ഫ്രെയിം പോലെ തോന്നിക്കുന്ന ഒന്ന് തുറന്നപ്പോൾ കണ്ടെത്തൽ ഒഴിവാക്കാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ശ്രമത്തിൽ ഉള്ളിലൊളിപ്പിച്ച നിലയിൽ 1.125 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവ് കണ്ടെത്തി. UAE പ്രസിഡന്റും തന്റെ സഹോദരനുമായ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹന്യാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഈദ് ആശംസകൾ നേർന്നു. UAE-യിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നതിനും കാരണമായ എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി പ്രധാനമന്ത്രി മോദി സന്ദേശത്തിൽ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണവുമായി ആദ്യമായി പ്രതികരിച്ച് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനെ ഉദ്ധരിച്ച് മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിനും ഇസ്ലാമിക വിപ്ലവത്തിനും വേണ്ടി പ്രവർത്തിച്ച ലാരിജാനി രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ആദ്യ പ്രധാന നടപടിയിൽ നിർണായക ജലപാതയ്ക്ക് സമീപമുള്ള ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങൾ അമേരിക്കൻ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി US സൈന്യം അറിയിച്ചു. കടലിടുക്കിനടുത്തുള്ള ഇറാന്റെ തീരദേശ പ്രദേശത്തുള്ള കാഠിന്യമേറിയ ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങളിൽ
5000 പൗണ്ട് ഭാരമുള്ള ഒന്നിലധികം ആഴത്തിലുള്ള പെനിട്രേറ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി US സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇസ്രായേലും രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധത്തിന് പ്രതികാരമായി ലോകത്തിലെ എണ്ണയുടെ 1/5 ഒഴുകുന്ന ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടച്ചിട്ടതിനു ശേഷമാണ് ബോംബാക്രമണം. മേഖലയിലെ എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഉപരോധം ലഘൂകരിക്കുന്നതിനായി ഹോർമുസ് കടലെടുക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനങ്ങൾ നാറ്റോ ഉൾപ്പെടെയുള്ള മിക്ക US സഖ്യകക്ഷികളും നിരസിച്ചതിനെ തുടർന്നാണിത്. US ഈ നീക്കം നടത്തിയത്. താൻ തെരഞ്ഞെടുത്ത യുദ്ധത്തിന് പിന്നിൽ പിന്തുണ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പരാതിപ്പെട്ട ട്രംപ്, ലോകം തന്റെ ശ്രമങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിലും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ യുദ്ധം നടത്തുന്നതെന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:01 വരെ 28 ചൈനീസ് സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തി. MND പ്രകാരം 28-ൽ 21 തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് വടക്കൻ, മധ്യ, തെക്കു പടിഞ്ഞാറൻ, കിഴക്കൻ ഭാഗങ്ങൾ ADIZ-ൽ പ്രവേശിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.